ഇന്ദുലേഖ. എനിക്ക് അദ്ദേഹത്തിനെ ആവട്ടെ ഈ ഭൂമണ്ഡലത്തിൽ വേറെ ഒരാളെയും ആവട്ടെ ഒരു വിധത്തിലും അവമാനിക്കണമെന്നുള്ള ആഗ്രഹമില്ല. എന്നാൽ എന്നെ ഒരാൾ അവമാനിക്കാൻ ഭാവിക്കുമ്പോൾ ഞാൻ അതിനെ തടുക്കാതെ നിൽക്കുകയില്ല. ആ നമ്പൂതിരിപ്പാട് ഇന്നലെ എന്നോട് മര്യാദയായി സംസാരിച്ചിരുന്നാൽ ഞാൻ ഇന്നലെയും അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ സമയവും പാടാനോ വീണ വായിപ്പാനോ ഒരുക്കമായിരുന്നുവല്ലോ. അമ്മേ, എനിക്ക് അശേഷം ദുർഗർവ് ഉണ്ടെന്ന് വിചാരിക്കരുതേ. എന്നെ നിവൃത്തിയില്ലാത്ത വിധത്തിൽ ദ്രോഹിച്ചു. ഞാൻ മനുഷ്യനല്ലേ, കാമക്രോധ ലോഭാദികൾ ഇല്ലാത്ത ഒരു സാധനമല്ലല്ലോ. ഇന്ന് നമ്പൂതിരിപ്പാട് നല്ല മര്യാദയായി സംസാരിക്കുമെങ്കിൽ അദ്ദേഹം വരട്ടെ. പാട്ടോ വീണ വായനയോ ഞാൻ കേൾപ്പിച്ചു കൊടുക്കാമല്ലോ. അതുകൂടാതെ എന്നെ ഭാര്യയാക്കണം എന്നുള്ള വിചാരത്തോടുകൂടി ഇതിൻ്റെ മുകളിൽ നിന്ന് വല്ല അസംബന്ധവും പറഞ്ഞാൽ ഇന്നലത്തേതിലധികം വഷളായി പോവേണ്ടി വരും. ലക്ഷ്മിക്കുട്ടി അമ്മ. നമ്പൂതിരിമാരുടെ സ്വഭാവത്തിലെ കുറെ അപകടമുണ്ട്. വിശേഷിച്ച് ഈ നമ്പൂതിരിപ്പാട് ഒരു പടുവിഡ്ഢിയാണെന്ന് സർവജന സമ്മതമാണ്. ഭ്രാന്തന്മാരോട് കോപിക്കാറുണ്ടോ മകളെ? ഇന്ദുലേഖ. നമ്പൂതിരിമാരിൽ എല്ലാ ജാതികളിലും ഉള്ളതുപോലെ അതിസമർത്ഥന്മാരുമുണ്ട്. അമ്മ ചെറുശ്ശേരി നമ്പൂരിയുമായി അരനാഴിക വിശേഷം പറഞ്ഞു നോക്കൂ. അപ്പോൾ പറയും അതിസമർത്ഥന്മാരാണ് നമ്പൂതിരിമാർ എന്ന്. പിന്നെ എനിക്ക് ഭ്രാന്തന്മാരുമായി വിനോദിച്ചിരിപ്പാൻ അത്ര രസവുമില്ല. ഭ്രാന്തന്മാർ തുമ്പില്ലാതെ പറഞ്ഞാൽ ഞാനത് കേൾക്കാൻ നിൽക്കുകയുമില്ല. നിശ്ചയം തന്നെ. ലക്ഷ്മിക്കുട്ടിയമ്മ. ആവട്ടെ, ഞാൻ അദ്ദേഹത്തോട് വരാമെന്നറിയിക്കട്ടെ. ഇന്ദുലേഖ. ആവലാതി തന്നെ, വന്നോട്ടെ. എന്നോട് ഇന്നലത്തെ മാതിരി സംസാരം തുടങ്ങിയാൽ ഞാൻ ഇന്നലത്തെ മാതിരി തന്നെ കാണിക്കും. ലക്ഷ്മിക്കുട്ടിയമ്മ. ആവട്ടെ, അദ്ദേഹം ഒന്ന് വന്നു പോവട്ടെ അല്ലേ? ഇന്ദുലേഖ. ഓഹോ. ലക്ഷ്മിക്കുട്ടിയമ്മ ചിരിച്ചും കൊണ്ട് താഴത്തിറങ്ങുമ്പോൾ സാധു കേശവൻ നമ്പൂരി മുമ്പ് നിന്നിരുന്ന സ്ഥലത്തു തന്നെ മുഖം മേൽപോട്ട് പൊന്തിച്ച് ദൃഷ്ടികൾ മേൽപോട്ടാക്കി വരുന്നതും നോക്കിക്കൊണ്ട് ഒരു വിഗ്രഹം കൊത്തിവെച്ചതുപോലെ നിൽക്കുന്നു. കേശവൻ നമ്പൂരി. സമയമായോ? ഞാൻ വരാൻ അറിയിക്കട്ടെ? ലക്ഷ്മിക്കുട്ടിയമ്മ. ആഹോ, വന്നോട്ടെ. പിന്നെ ഇന്നലത്തെ മാതിരി ഇന്ദുലേഖയോട് ഗോഷ്ഠി ഒന്നും പറയരുതെന്ന് നമ്പൂതിരിപ്പാടോട് പറയണം. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ തന്നെ എല്ലാം. കേശവൻ നമ്പൂരി. ആട്ടെ, ഇപ്പോൾ വരാൻ പറയാമോ? ലക്ഷ്മിക്കുട്ടിയമ്മ. പറയാം. കേശവൻ നമ്പൂതിരി ഇന്ദുലേഖയെ വിവരം അറിയിപ്പാൻ പോയ ശേഷം നമ്പൂതിരിപ്പാട് ചെറുശ്ശേരിയോട് തൻ്റെ സമീപം ഇരിക്കാൻ പറയുകയും അദ്ദേഹം ഇരിക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം താഴെ പറയുന്ന ഒരു ചുരുങ്ങിയ സംഭാഷണം ഇവർ തമ്മിൽ ഉണ്ടായി. ഈ പ്രാവശ്യം ഇന്നലത്തെ പോലെ കേശവൻ നമ്പൂരി മാളികയിൽ പോയി വരാത്തതിനാൽ നമ്പൂതിരിപ്പാട്ടിലേക്ക് അശേഷം ബദ്ധപ്പാടുണ്ടായിരുന്നില്ല. താൻ ഇന്ദുലേഖയുടെ മാളിക മുകളിൽ പോയാൽ എന്തൊക്കെയാണ് ഘനം നടിക്കേണ്ടത് എന്ന് വിചാരിച്ചുറയ്ക്കാൻ തുടങ്ങി. നമ്പൂതിരിപ്പാട്ടിലെ വിചാരം ഞാൻ ഇന്നലെ കണ്ടപ്പോഴേക്ക് ഭ്രമിച്ച് പരവശനായി എന്ന് ഇന്ദുലേഖയ്ക്ക് തോന്നിപ്പോയി. ഇന്ന് നേരെ മറിച്ച് തോന്നിക്കണം. അശേഷം ഭ്രമമില്ലെന്ന് തോന്നിക്കണം. എന്നാൽ അറിയാം സൂക്ഷ്മം. എന്താ ഇവളെ അത്ര ഭ്രമിക്കാൻ? ഗോമാംസ ബുക്കുകളുടെ ഭാഷ പഠിച്ച തണ്ടുതപ്പി പെണ്ണിനെ മഹാകുബേരനായ ഞാൻ എന്താണ് ഭ്രമിക്കാൻ? പണം കൊടുത്താൽ ഏത് പെണ്ണിനെ കിട്ടാത്തു? എത്ര സ്ത്രീകളെ ഞാൻ ഭാര്യയാക്കി വെച്ചു, എത്ര ഉപേക്ഷിച്ചു, ഇനി എത്ര വെപ്പാൻ പോവുന്നു? ഈ ഒരു പെൺകിടാവിനെ ഭ്രമിച്ചിട്ട് വിഡ്ഢിത്വം കാണിക്കുന്നത് മഹാകുറവു തന്നെ. ഇന്ന് കണ്ടോട്ടെ, അനങ്ങുകയില്ല. ബഹുഘനം, ഘനം, സകലതും ഘനമായിട്ടു തന്നെ. നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നോക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എപ്പോഴും ഘനം. ഇന്ദുലേഖ ഭയപ്പെട്ടു പോണം. കണ്ടുകൊള്ളട്ടെ. ഇത്ര കുറുമ്പ് ഇന്ദുലേഖയ്ക്കുണ്ടെങ്കിൽ ആ ശേഷം ഞാനും കുറയുകയില്ല. ആരാണ് തോൽക്കുക? കാണാമല്ലോ. പെണ്ണ് പേടിച്ച് വിറച്ച് കാൽക്ക വന്ന് വീഴും. സംശയമോ? എന്നിങ്ങനെ വിചാരിച്ച് ജയിച്ചു എന്നുറച്ച് നമ്പൂതിരിപ്പാട് ഒന്ന് ചിരിച്ചു. ചെറുശ്ശേരി നമ്പൂരിക്ക് ഈ നമ്പൂരിപ്പാടിൻ്റെ പലവിധമായ ഗോഷ്ഠികൾ ആകപ്പാടെ കണ്ടിട്ടും ഇന്ദുലേഖയുടെ മനസ്സിനുണ്ടായ കുണ്ഠിതത്തെ ഓർത്തും തൻ്റെ സ്വജാതിയിൽ ശ്ലാഘ്യനും അതിദ്രവ്യസ്ഥനുമായ ഒരു ദേഹം ഈ വിധം
പരമവിടനും വിഡ്ഢിയുമായി തീർന്നുവല്ലോ എന്ന് വിചാരിച്ച് ആ സമയം നമ്പൂതിരിപ്പാട്ടിനെ പറ്റി കേവലം ഒരു പരിഹാസമല്ല ഉണ്ടായത്, ക്രോധസമ്മിശ്രമായ ഒരു ദുഃഖരസമാണ് ഉണ്ടായത്. ഹാ കഷ്ടം! ഇത്ര സമ്പത്തോടും കുലശ്ലാഘ്യതയോടും ഇരിക്കുന്ന ഇദ്ദേഹത്തിന് പൂർണ്ണ യൗവനം കഴിയുന്നതുവരെ യോഗ്യതയുള്ള ഒരു സ്ത്രീയെ ഭാര്യയാക്കി വയ്ക്കാൻ കഴിയാതെ ശുദ്ധ വ്യഭിചാരികളായ സ്ത്രീകളിൽ പ്രവേശിച്ച് ബുദ്ധിക്ക് ഇത്ര ചാബല്യം വരുത്തി. ഏത് സുഖത്തിന് ഇദ്ദേഹം ഇത്രയെല്ലാം ആഗ്രഹിക്കുന്നുവോ ആ സുഖം വഴി പോലെ അനുഭവിക്കാനുള്ള ശക്തിയും ശുദ്ധമായ രുചിയും ദുഷ്പ്രവൃത്തികൾ നിമിത്തം കേവലം നശിപ്പിച്ച് ഈ സ്ഥിതിയിൽ ഇദ്ദേഹത്തിനെ കാണാറായല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ചെറുശ്ശേരി നമ്പൂരി വളരെ വ്യസനിച്ചു. ചെറുശ്ശേരി നമ്പൂരി ഇങ്ങനെ വിചാരിച്ച സമയം തന്നെയാണ് നമ്പൂതിരിപ്പാട് മേൽപ്പറഞ്ഞ പ്രകാരം ഖനം നടിച്ചിരിക്കുന്നതും ഖനം നടിച്ച് അവസാനിച്ച ശേഷം ഉടനെ തൻ്റെ ഈ ഖനത്തെപ്പറ്റി ചെറുശ്ശേരിയെ ഒന്ന് അറിയിക്കണമെന്നും നിശ്ചയിച്ച് നമ്പൂതിരിപ്പാട് താഴെ പറയും പ്രകാരം പറഞ്ഞു. നമ്പൂതിരിപ്പാട്: എനിക്ക് സ്ത്രീകളെ വളരെ ഭ്രമമാണെന്ന് ചെറുശ്ശേരിക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഈ ചോദ്യം കേട്ടപ്പോൾ ചെറുശ്ശേരി നമ്പൂരിക്ക് അല്പം ക്രോധമാണ് ഉണ്ടായത്. എങ്കിലും ബുദ്ധിമാനായ അദ്ദേഹം അത് മനസ്സിലാക്കി താഴെ പറയുന്ന പ്രകാരം കുറെ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു. ചെറുശ്ശേരി നമ്പൂരി: സ്ത്രീകളെ പുരുഷന്മാർക്ക് ഭ്രമം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ആ ഭ്രമം ഏറെയും കുറയുമായി ചിലപ്പോൾ അബദ്ധമായും വന്നേക്കാമെന്നും എനിക്ക് തോന്നുന്നു. നമ്പൂതിരിപ്പാട്: ഭ്രമിക്കുന്നതിൽ എന്താണ് അബദ്ധവും സുബദ്ധവും? ചെറുശ്ശേരി നമ്പൂതിരി: വളരെ ഉണ്ട്. സ്ത്രീ പുരുഷന്മാർക്ക് അന്യോന്യം അനുരാഗം സമമായി ഉണ്ടായിട്ട് അന്യോന്യം ഭ്രമിച്ചാൽ അത് സുബദ്ധമായ ഭ്രമം എന്ന് ഞാൻ പറയും. സ്ത്രീ പുരുഷന്മാർക്ക് അന്യോന്യം അനുരാഗമില്ലാതെ ഒരാൾ മാത്രം മറ്റേ ആളെ ഭ്രമിച്ച് കാക്ഷിക്കുകയും മറ്റേ ആൾക്ക് അശേഷം അനുരാഗം ഇല്ലാതിരിക്കുകയും ചെയ്താൽ ആ ഭ്രമത്തിന് അബദ്ധഭ്രമമെന്നാണ് ഞാൻ പേരിടുന്നത്. നമ്പൂതിരിപ്പാട്: രാവണന് രംഭയിലുണ്ടായ ഭ്രമം അബദ്ധമാണോ? ചെറുശ്ശേരി നമ്പൂതിരി: രംഭയോട് അന്വേഷിക്കണം. രംഭ രാവണന്റെ ഭ്രമത്തെ അനുകരിച്ച് അങ്ങോട്ടും ഭ്രമിച്ചുവോ എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നമ്പൂതിരിപ്പാട്: ഓ, രാവണന് രംഭയെ സാധിച്ചിരിക്കുന്നു. ചെറുശ്ശേരി നമ്പൂതിരി: സാധിച്ചിരിക്കാം. നമ്പൂതിരിപ്പാട്: അപ്പോൾ അത് എങ്ങനെ സാധിച്ചു? ചെറുശ്ശേരി നമ്പൂതിരി: അബദ്ധമായ അനുരാഗം ഒരിക്കലും സഫലമാവുകയില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരു സ്ത്രീയുമായി സഹവാസത്തിന് സാധിക്കുന്നത് സ്ത്രീക്ക് അനുരാഗമുണ്ടായിരുന്നാൽ മാത്രമേ പാടുള്ളൂ എന്നില്ലല്ലോ. നമ്പൂതിരിപ്പാട്: അങ്ങനെയില്ലേ? ചെറുശ്ശേരി നമ്പൂതിരി: ഇല്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ ചെറുശ്ശേരി പറഞ്ഞത് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അബദ്ധമായ ഭ്രമം സാധിക്കില്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ? ചെറുശ്ശേരി നമ്പൂതിരി: അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. കള്ളന്മാർക്കും കവർച്ചക്കാർക്കും ചിലപ്പോൾ വിചാരിച്ച പോലെ മുതൽ കവർന്നു കൊണ്ടുപോവാൻ സാധിക്കുന്നില്ലേ? അതുപ്രകാരം അനുരാഗമില്ലാത്ത സ്ത്രീയെയോ പുരുഷനെയോ സാധിച്ചു എന്ന് വരാം. എന്നാൽ ഒരു ഭാഗം അനുരാഗമില്ലാതിരിക്കുമ്പോൾ അങ്ങനെ സാധിപ്പാൻ ശ്രമം ചെയ്ത് സാധിക്കുന്നത് നിസ്സാരമായ പ്രവൃത്തിയാണ്. നമ്പൂതിരിപ്പാട്: എന്താണ് നിസ്സാരം? ചെറുശ്ശേരി നമ്പൂതിരി: സാരമില്ലാത്തത് തന്നെ. അങ്ങനെ സാധിക്കുന്നതിൽ ഒരു സാരവുമില്ല. അങ്ങനെ പ്രവർത്തിക്കുന്ന പുരുഷനോ സ്ത്രീയോ മൃഗപ്രായം, പശുക്കൾ, ശ്വാക്കൾ ഇവകളെ പോലെ. നമ്പൂതിരിപ്പാട്: എന്നാൽ രാവണൻ എന്തിന് സീതയെ ഭ്രമിച്ചു? സീതയ്ക്ക് രാവണനിൽ ഭ്രമം ഇല്ലെന്നല്ലേ രാമായണത്തിൽ പറഞ്ഞിട്ടുള്ളത്? ചെറുശ്ശേരി നമ്പൂതിരി: അതെ, അങ്ങനെ തന്നെ. രാവണന് സീതയിൽ കാംക്ഷ ഉണ്ടായി. സീതയ്ക്ക് രാവണനിൽ അനുരാഗം അശേഷം ഇല്ലെന്ന് രാവണൻ അറിഞ്ഞതിനാൽ അനുരാഗം ഉണ്ടാക്കി തീർക്കാൻ വളരെയെല്ലാം രാവണൻ ശ്രമിച്ചു. ഫലിച്ചില്ല. പിന്നെ സീതയിൽ വിരോധമായി. രാവണൻ ഇതുനിമിത്തം നശിച്ചു. എങ്കിലും അനുരാഗം സീതയ്ക്ക് തന്നിലുണ്ടാവുന്നതിന് മുമ്പ് സീതയുമായി രമിപ്പാൻ രാവണന് മനസ്സുണ്ടായില്ല.
രാവണൻ പല ദോഷങ്ങളുള്ളവനാണെങ്കിലും ബുദ്ധിക്ക് കേവലം രസികത്വമില്ലാത്തവനാണെന്ന് സീതയുമായി ഉണ്ടായതായി രാമായണത്തിൽ കാണിച്ചിട്ടുള്ള സംവാദങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ ഒരു സ്ത്രീയെ കണ്ടു ഭ്രമിച്ചാൽ രാവണൻ ചെയ്തിടത്തോളം എല്ലാം ചെയ്യാമല്ലോ. ചെറുശ്ശേരി നമ്പൂതിരി: രാവണൻ അനുഭവിച്ചതുപോലെയുള്ള കഷ്ടങ്ങൾ അനുഭവിപ്പാൻ ഉറച്ചാലും രാവണനെ പോലെ ശക്തി ഉണ്ടായാലും അങ്ങനെ ചെയ്യാം. നമ്പൂതിരിപ്പാട്: ശരി, സമ്മതിച്ചു. എന്നാൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ കണ്ട് കലശലായ ഭ്രമമുണ്ടായി. ആ സ്ത്രീക്ക് ആ പുരുഷനിൽ അശേഷം ഭ്രമം ഉണ്ടായതുമില്ല. ഇങ്ങനെ വന്നാൽ ആ പുരുഷന്റെ ഭ്രമനിവൃത്തിക്ക് എന്ത് മാർഗമാണുള്ളത്? ചെറുശ്ശേരി നമ്പൂതിരി: ഭ്രമം ഭ്രമം എന്ന് ഇവിടുന്ന് പറയുന്നതിൻ്റെ താല്പര്യം എനിക്ക് നല്ലവണ്ണം മനസ്സിലായില്ല. ആഗ്രഹം എന്നാണ് ഈ വാക്കിന് അർത്ഥം ഉദ്ദേശിച്ചത് എന്ന് വരികിൽ സ്ത്രീക്ക് ഇങ്ങട്ട് ആഗ്രഹമില്ലെന്നറിഞ്ഞാൽ പുരുഷൻ ധൈര്യത്താൽ തനിക്ക് അങ്ങട്ടുള്ള ആഗ്രഹത്തെ ജയിച്ച് ആ സ്ത്രീയുമായുള്ള സുഖാനുഭവത്തിൽ ഉണ്ടാവുന്ന കാംക്ഷയെ ത്യജിക്കണം. നമ്പൂതിരിപ്പാട്: എന്തിന് കാംക്ഷ വിടുന്നു? കിട്ടുമോ എന്ന് പരീക്ഷിക്കണ്ടേ? ചെറുശ്ശേരി നമ്പൂതിരി: കിട്ടുമോ എന്നല്ല പരീക്ഷിക്കേണ്ടത്, അനുരാഗമുണ്ടാവുമോ എന്നാണ് പരീക്ഷിക്കേണ്ടത്. ഉണ്ടാവുന്നില്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ മതി. നമ്പൂതിരിപ്പാട്: ഇങ്ങട്ട് ഭ്രമമില്ലെങ്കിലും സാധ്യമായാലോ? ചെറുശ്ശേരി നമ്പൂതിരി: അങ്ങനെ സാധിപ്പാൻ ഇച്ഛിക്കുന്നവർ മൃഗപ്രായം എന്ന് ഞാൻ പറഞ്ഞില്ലേ? നമ്പൂതിരിപ്പാട്: ഇത് ചെറുശ്ശേരി പറയുന്നത് കുറെ വിഡ്ഢിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. പുരുഷന് ഇഷ്ടപ്രകാരം ഒരു സ്ത്രീയെ സാധിക്കുന്നുവെങ്കിൽ പിന്നെ ആ സ്ത്രീക്ക് ആ പുരുഷനോട് ഇങ്ങട്ട് ഭ്രമം ഉണ്ടായിരുന്നുവോ ഇല്ലയോ എന്ന് എന്തിനു ചിന്തിക്കണം? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഒരു സ്ത്രീ സുഖം പുരുഷന് സാധിച്ചു എന്ന് പറയണമെങ്കിൽ ആ സ്ത്രീയെ പുരുഷൻ രമിപ്പിച്ച് സുഖിപ്പിച്ചിട്ട് വേണം. ഒരു സ്ത്രീയെ താൻ രമിപ്പിക്കുന്നതിൽ നിന്നും തന്നാൽ അവൾ രമിച്ച് സുഖിക്കുന്നു എന്ന് അറിയുന്നതിൽ നിന്നുമാണ് പുരുഷന് സുഖ അനുഭവം ഉണ്ടാവേണ്ടത്. അപ്രകാരം തന്നെ ഒരു പുരുഷനുമായി സുഖിച്ചു എന്ന് ഒരു സ്ത്രീ പറയേണ്ടത് ആ പുരുഷനെ സ്ത്രീ രമിപ്പിച്ച് സുഖിപ്പിച്ചാൽ മാത്രമാണ്. ആ സുഖാനുഭവം അന്യോന്യം സമ്പൂർത്തിയായി ഉണ്ടാവേണമെങ്കിൽ അന്യോന്യം കലശലായ അനുരാഗം ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലാതെ സ്ത്രീ സുഖം സാധിക്കുവാൻ ഇച്ഛിക്കുന്നവർ മൃഗപ്രായം. സാധിച്ചാൽ എന്തോ അന്യോന്യം ചില ഗോഷ്ഠികൾ കാണിച്ചു എന്ന് മാത്രമേ പറഞ്ഞുകൂടൂ. നമ്പൂതിരിപ്പാട്: ശിക്ഷ! ഇത് മഹാദുർഘടം തന്നെ. ഇങ്ങനെയായാൽ വളരെ സ്ത്രീകളുമായി സുഖിപ്പാൻ ഒരു പുരുഷന് സാധിക്കുകയില്ല, നിശ്ചയം. ചെറുശ്ശേരി നമ്പൂതിരി: ശരി, സൂക്ഷ്മത്തിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, അങ്ങനെയാണ് സൃഷ്ടി സ്വഭാവേന വെച്ചിട്ടുള്ളത്. നമ്പൂതിരിപ്പാട്: ശ്രീകൃഷ്ണന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ചെറുശ്ശേരി നമ്പൂതിരി: ഞാൻ അറിയില്ല. നമ്പൂതിരിപ്പാട്: 16,008 ഭാര്യമാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ ബുദ്ധിക്ക് രസികത്വമുണ്ടെന്നോ ഇല്ലെന്നോ ചെറുശ്ശേരി വിചാരിക്കുന്നത്? ചെറുശ്ശേരി നമ്പൂതിരി: 16,008 ഭാര്യമാരുണ്ടായിരുന്നത് ശരിയാണെങ്കിലും ശ്രീകൃഷ്ണൻ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് അശേഷം രസികത്വമില്ലെന്നും അദ്ദേഹം വളരെ ഒരു വിടനായിരുന്നുവെന്നും ഞാൻ പറയും. എന്നാൽ ഏതു ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം ഇദ്ദേഹത്തിന് ഇത്ര അധികം ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നറിയുന്നുവോ അതുകളിൽ നിന്നു തന്നെ അദ്ദേഹം മനുഷ്യനായിരുന്നില്ലെന്നും അറിയുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഇടത്തെ കൈകൊണ്ട് എടുത്തു പൊന്തിച്ച് 7 ദിവസം കൊട പോലെ പിടിച്ച് ഗോക്കളെയും ഗോപന്മാരെയും രക്ഷിച്ചതായും ക്ഷ്വേളപാനം കൊണ്ട് മരിച്ചുപോയ പല ജീവികളെയും തൻ്റെ ഒരു കടാക്ഷത്താൽ ജീവിപ്പിച്ചതായും മറ്റു മനുഷ്യശക്തിക്ക് അസാധ്യമായ അനേകം പ്രവൃത്തികൾ ചെയ്തതായും ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ഈ വക എല്ലാം ചെയ്യുവാൻ ശക്തിയുള്ള ഒരു ദേഹത്തിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രകാരം സാധാരണ മനുഷ്യർക്കുള്ള പ്രമാണങ്ങളും നിശ്ചയങ്ങളും സംബന്ധിക്കുമോ എന്നു ഞാൻ സംശയിക്കുന്നു. നമ്പൂതിരിപ്പാട്: പുരുഷന് അങ്ങട്ട് സ്നേഹമുണ്ടായാൽ സ്ത്രീക്ക് ഇങ്ങട്ടും ഉണ്ടാവാതെ ഇരിക്കയില്ല. ഞാൻ പല സ്ത്രീകളുമായി സുഖാനുഭവം ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും എന്നെ ബഹുഭ്രമമായിരുന്നു.
അല്ല, ചെറുശ്ശേരിക്ക് ഏതൊന്നോ നിശ്ചയമില്ലേ? എന്താണ് ഇന്ന് ഒരു പുതിയ മാതിരിയായി സംസാരിക്കുന്നത്? സകല സ്ത്രീകൾക്കും എന്നെ ഭ്രമമാണ്. നമ്പൂതിരിപ്പാട്ടിലെ വാക്കു കേട്ട് ചെറുശ്ശേരി ചിരിച്ചുപോയി. നമ്പൂതിരിപ്പാട്ടിലെ പറ്റി സ്ഥായിയായി ഉണ്ടായിരുന്ന പരിഹാസരസം തന്നെ വീണ്ടും തോന്നി. കഷ്ടമെന്നോർത്തു.